പാനൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകന് ദാരുണാന്ത്യം. പാനൂർ വള്ളിയായി സ്വദേശി ശ്രീധരനാണ് മരിച്ചത്. വിവരങ്ങളുമായി എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? 9 മണിയോടുകൂടിയാണ് കൃഷിയിടത്തിൽ വെച്ച് ഈ കർഷകനെ കാട്ടുപന്നി ആക്രമിക്കുന്നത്. പാനൂർ വള്ളിയായിലെ 75-കാരനായ കർഷകൻ ശ്രീധരനാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ഇപ്പോൾ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത്. പാട്യം പഞ്ചായത്തിലെ മുതിയങ്ങ വയലിൽ വച്ചാണ് ഈ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. ഇവിടെ ഈ മരച്ചീനി, വാഴ, പച്ചക്കറി തുടങ്ങിയവ കൃഷി ചെയ്ത് വരികയായിരുന്നു. ഈ കൃഷിയിടത്തിൽ വെച്ച് കൃഷിയെ പരിചരിക്കുന്നതിനായി എത്തിയപ്പോഴാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. കാട്ടുപന്നിയുടെ കുത്തേറ്റ് ശരീരം ആസകലം മുറിവേറ്റ് പരിക്കേറ്റ നിലയിലാണ്. തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ മൃതദേഹം തലശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് വനമായിട്ടൊന്നും ബന്ധമില്ലാത്ത ജനവാസ മേഖലയാണ്. ആ ജനവാസ മേഖലയിൽ വെച്ചാണ് ഇപ്പോൾ ഈ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകന് ദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നത്. മനു, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. കാരണം വനമേഖലയുമായി ബന്ധമില്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ എങ്ങനെ കാട്ടുപന്നി അങ്ങോട്ടേക്ക് എത്തി എന്നതടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലേക്ക് വരുന്നുണ്ട്. വനം വകുപ്പ് ആ രീതിയിൽ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും വനം വകുപ്പ് സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇത് സ്ഥലങ്ങളിലും കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി തന്നെയുണ്ട്. ഈ കാടുമായി ബന്ധമില്ലാത്ത പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ കാട്ടുപന്നിയുടെ ശല്യം, ആ കാട്ടുപന്നി ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ സ്ഥിരം കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ കാട്ടുപന്നി പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സാന്നിധ്യവും കൃഷി നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഇത് ഒരു കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരു കർഷകന് 75 വയസ്സുകാരനായ ഒരു കർഷകന് മരണം സംഭവിച്ചിരിക്കുകയാണ്. ഏതായാലും വനംവകുപ്പ് ഉൾപ്പെടെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് ഇത്തരത്തിൽ ജനവാസ മേഖലകളിൽ ഇറങ്ങിയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം. മനു, തീർച്ചയായും സന്തോഷം പറഞ്ഞതുപോലെ ഇപ്പോൾ വനത്തിന് സമീപമുള്ള പ്രദേശമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വനത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിലും ഇങ്ങനെ വന്യജീവികളുടെ, പ്രത്യേകിച്ചും കാട്ടുപന്നിയുടെയൊക്കെ ആക്രമണം ഉണ്ടാകുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഈ പ്രദേശത്ത് നേരത്തെ ഇത്തരത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ, പ്രശ്നങ്ങൾ പറഞ്ഞു കേട്ടിട്ടോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടോ ഉണ്ടോ സന്തോഷ്? അതായത് അവിടെ ഈ കാട്ടുപന്നിയുടെ വ്യാപകമായ ശല്യം കൃഷിയിടങ്ങളിലും മറ്റും ഉണ്ട് എന്നുള്ള പരാതി നേരത്തെ തന്നെയുണ്ട്. കൃഷി നശിപ്പിക്കുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ തുടർച്ചയായിട്ട് ഉള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ കാട്ടുപന്നി ഒരു മനുഷ്യനെ ആക്രമിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ പ്രദേശത്ത് മനുഷ്യർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ മുൻപ് ഉണ്ടായിട്ടില്ല. പക്ഷേ കൃഷി നശിപ്പിക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രദേശം തന്നെയാണ്. അവിടെ പച്ചക്കറി കൃഷിയും വാഴക്കൃഷി ഉൾപ്പെടെയുള്ള കൃഷി കാട്ടുപന്നി നശിപ്പിക്കുകയും കർഷകർക്ക് അവിടെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് കൃഷിയിടത്തിൽ വെച്ച് ഇപ്പോൾ ഈ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരു കർഷകന് മരണം സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും വനംവകുപ്പ് ഉൾപ്പെടെ എത്തി ഇക്കാര്യത്തിൽ പരിശോധനയെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. പോലീസും പരിശോധനയും അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്.